കടുത്ത അതൃപ്തിയിൽ സുധാകരൻ. KPCC നേതൃമാറ്റത്തിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ് കെ സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. നേരത്തെ അറിയിക്കാതെയുള്ള തീരുമാനം മാനസിക പ്രയാസമുണ്ടാക്കി. രാഹുലും ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേതൃമാറ്റം ചർച്ചയായില്ല. നേതൃമാറ്റ തീരുമാനത്തിന് പിന്നിൽ മറ്റാരുടെയൊക്കെയോ വക്രബുദ്ധിയുണ്ടെന്നും സുധാകരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തന്നെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ചത് ദീപാദാസ് മുൻഷിയാണ്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ റിപ്പോർട്ട് നൽകി. ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്നും വിമർശനം. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിലാണ് സുധാകരന്റെ പ്രതികരണം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. പൂർണ്ണ തൃപ്തിയോടെയല്ല കെ സുധാകരന്റെ പടിയിറക്കം. അല്ല, എനിക്ക് തൃപ്തിയില്ല. എനിക്ക് തൃപ്തിയാകില്ല. അത് ഒരിക്കലും. ഞാൻ രാവും പകലും പണിയെടുക്കുന്ന ഒരാൾ, അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരാൾ, എന്നെ ആ സ്ഥാനത്ത്, ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി എന്നെ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുപോയി വർക്കിംഗ് കമ്മിറ്റിയിലിട്ടു എന്ന് പറയുന്നത് അത് എനിക്കൊരു രസിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ്. എന്നോട് ചോദിച്ചോ എൻ്റെ സമ്മതം വാങ്ങിയോ അല്ല എന്നെ ഇതിനകത്തുനിന്ന് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ പോലും സുധാകരൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല. എനിക്ക് എന്നെ മാറ്റൂല എന്ന്. കാരണം വെച്ചാൽ എന്നെ മാറ്റൂല എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തല്ല. ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. ഇടതുപക്ഷം പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും മുന്നണിയോടും ഇവിടെ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ ആർക്ക് സാധിക്കുന്നു? ആരാ ചെയ്തത്? ഇപ്പം ഞാൻ ചെയ്ത പോലെ പ്രവർത്തനം കേരളത്തിൽ ഏത് KPCC പ്രസിഡന്റാണ് ചെയ്തത്? ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു അംഗീകാരമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നു. തെറ്റി. പക്ഷെ തെറ്റിയത് കൊണ്ട് എനിക്ക് മാനസിക പ്രയാസമൊന്നുമില്ല, പാർട്ടിയോട് വെറുപ്പുമില്ല. അല്ലെങ്കിൽ പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ പണിയായിട്ട്, എനിക്ക് തന്ന പണിയായിട്ട് ഞാനങ്ങ് പോകും. മാറ്റാൻ പോകുന്നു എന്ന് അദ്ദേഹം അവർ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വളരെ മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. അവർ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം രാഹുൽജിയൊക്കെ നന്നായിട്ട് സ്നേഹത്തിൽ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പോയത്. അതുപോലെ ഖാർഗെജി ഒരാളെ കൈപിടിച്ച് നടക്കുന്ന ആളല്ല. അയാൾ എഴുന്നേറ്റ് എൻ്റെ ചുമലിൽ കൈവച്ച് എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി ചായ തന്നു. എന്നിട്ട് സുധാകരൻ്റെ കന്നുകോലാവെന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പിന്നെ എഴുന്നേറ്റു. അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് അപ്രതീക്ഷിതമാണ് തീരുമാനം. ദീപാദാസ് മുൻഷി അവരാണ് താങ്കൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് താങ്കളെ മാറ്റണം എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എനിക്കും ആ വിവരം കിട്ടിയിരുന്നു. ഞാൻ അവരോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. അവർക്ക് എവിടുന്നായി വിവരം കിട്ടിയെന്നും എനിക്കറിയില്ല. പക്ഷേ അവർ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡിൽ നിന്ന് എനിക്കും വിവരം ഉണ്ടായിരുന്നു. ദീപാദാസ് മുൻഷിക്ക് താങ്കളോട് എന്തെങ്കിലും വ്യക്തിപരമായി ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ മാഡത്തിന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ആരുടെയും മോശമായി പെരുമാറുന്നില്ല. അറിയാലോ, എന്നെപ്പറ്റി അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ. അത് പിന്നെ ചിലപ്പം അവരാരുടെയെങ്കിലും കയ്യിൽ പാവ കളിച്ചു കാണാം. മറ്റാർക്കോ വേണ്ടിയാണ് ആവാം, അതിനാണ് സാധ്യത. കാരണം അദ്ദേഹം വോളണ്ടിയർ സെക്രട്ടറിയാണല്ലോ. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ട് വോളണ്ടിയർ കമ്മിറ്റി കൺസിഡർ ചെയ്യും. ചിലപ്പം അതെങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. സണ്ണി ജോസഫ് തന്റെ നോമിനിയല്ലെന്ന് കെ സുധാകരൻ. സണ്ണിയെ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടുവന്നത് താനാണ്. തന്നെ അനുനയിപ്പിക്കാനല്ല സണ്ണിയെ പ്രസിഡന്റാക്കിയത്. KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുകയാണ് പതിവ്. എന്നാൽ അതുണ്ടായില്ല. തനിക്ക് അങ്ങനെയൊരു ആവശ്യവുമില്ലെന്ന് സുധാകരൻ പറഞ്ഞു. പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും മത്സരിക്കും. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ കഴിവുള്ളവരാണ്. അതുപോലെ ഒരു ടീം തനിക്കുണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെന്നും കെ സുധാകരൻ പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സണ്ണി ജോസഫ് കെ സുധാകരന്റെ നോമിനിയാണോ? എൻ്റെ സ്വന്തമാണ്. എൻ്റെ നോമിനി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഞാനുമായി വർഷങ്ങളുടെ പഴക്കമുള്ള സ്നേഹബന്ധം, ഒരു സഹോദര ബന്ധം തന്നെ നമ്മൾ തമ്മിലുണ്ട്. പിന്നെ പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. സണ്ണിയും ഞാനും തമ്മിലുള്ള ബന്ധം പലരും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. പക്ഷേ അവരാദ്യം മനസ്സിലാക്കിയിട്ടല്ല അതിന് മുൻകൈ എടുത്ത ആളുകൾ ചെയ്തത്. വളരെ സന്തോഷമാണ്, തൃപ്തനാണ്. മറ്റൊരാളായിരുന്നെങ്കിൽ മറ്റൊരാൾ വന്നാൽ വരുന്നതിനേക്കാൾ
എനിക്ക് സംതൃപ്തി സണ്ണി വക്കീൽ വന്നത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റേണ്ടതായിരുന്നോ? അല്ലാതെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹത്തെ മാറ്റണം എന്ന അഭിപ്രായം എനിക്കില്ല. അത് ഇവർ ചിന്തിക്കേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതാണ് സിസ്റ്റം. അത് ചെയ്തില്ല, എനിക്കതിനകത്ത് പരാതിയുമില്ല. സതീശനെ മാറ്റണം എനിക്കെന്ത് കാര്യം? ഒരു കാര്യമില്ല. സതീശനും KPCC പ്രസിഡന്റും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വലിയ മാനസിക അനൈക്യമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ രണ്ട് അഭിപ്രായങ്ങളുണ്ടാവും. അല്ലാണ്ട് നമ്മൾ തമ്മിൽ അങ്ങനത്തെ വേർത്ത് അനയിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. അതൊക്കെ വരുന്ന വാർത്തകൾ മാത്രമാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊന്നുമില്ല. ഞാനിപ്പോൾ MP അല്ലേ, എനിക്കെന്തൊരു ആഗ്രഹം എൻ്റെ MLAക്ക്. പക്ഷേ MLA ഷിപ്പിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചതുപോലെ ഒരു യൂത്ത് സത്യമാണ്. നിങ്ങളാ പറഞ്ഞത് 100% സത്യമാണ്. ഈ തീരുമാനം വന്നപ്പോഴാണ് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ സന്ദർഭത്തെ ഓർമ്മിക്കുന്നത്. എനിക്കാവാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സത്യമാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ ഒരു ടീം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്ര ചാടി പീടിയിൽ പകരം പണിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെറുപ്പക്കാർ, ഒരു ഫുൾ ടീം വിളിക്കുന്നിടത്തെത്തുക, പറയുന്നിടത്തെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾ ആര് പാർട്ടീൻ്റെ ഹൈക്കമാൻഡ് പറഞ്ഞില്ല പോലും, എനിക്ക് നിർദ്ദേശം വന്നില്ല പോലും, ഞാൻ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ജനമനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ സംഘടിപ്പിക്കും. അതിനുള്ള കഴിവും പ്രാപ്തി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ ആളുകളുമുണ്ട്. എനിക്കതിൻ്റെ ഭയപ്പാടൊന്നുമില്ല. ആരെയും ഞാൻ ആരുടെ മുമ്പിലും തലമുനിക്കേണ്ട കാര്യം എനിക്കില്ല. എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷി ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിനോടും നോ കോംപ്രമൈസ് എന്നതായിരുന്നു സുധാകരൻ. അത് തന്നെയാണ് ഇവിടെയും. അത് പാർട്ടിയിലും അത്തരം തിരിച്ചടിയായി പോയെന്ന് തോന്നുന്നുണ്ടോ? തിരിച്ചടിയൊന്നും ആയിട്ടില്ല, ഒരു തിരിച്ചടിയില്ല. എന്ത് തിരിച്ചടി അതിൻ്റെ അകത്ത്? ചില നേതാക്കൾക്കെങ്കിലും അത്തരം അതൃപ്തി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരെയും വെറുപ്പിച്ചിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആരെയും വെറുപ്പിച്ചിട്ടില്ല. സജീവമായി ഉണ്ടാവും. ഇപ്പം പാർട്ടി പറയുകയും ചെയ്തല്ലോ, ഏത് സുധാകരൻ ഇവിടെ നിൽക്കട്ടെ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കും തിരുവനന്തപുരത്ത് നിന്ന് KR സാജുവും ചേരുകയാണ്. സുനിൽ ഐസക്കിലേക്ക്. സുനിൽ, പാർട്ടിക്കായി നാട് മുഴുവൻ നടന്നു പണിയെടുത്തു, വിയർപ്പൊഴുക്കി, കുടുംബത്തെ മറന്ന് കോൺഗ്രസിനെ അധികാരത്തിലെത്താൻ വേണ്ടി താൻ പ്രയത്നിച്ചു. പക്ഷേ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന്റെ വലിയ മനോവിഷമത്തിലാണോ സുധാകരനുള്ളത്? ആ അതൃപ്തി അദ്ദേഹം വെട്ടിത്തുറന്ന് തന്നെ പറയുകയാണോ? അങ്ങനെ തന്നെയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ തനിക്കുള്ള അതൃപ്തി, അടക്കിപ്പിടിച്ച രോക്ഷമെല്ലാം സുധാകരനിൽ നിന്ന് അണപൊട്ടി ഒഴുകുകയാണ്. തന്നെ നിർദാക്ഷിണ്യം, തന്നോടുകൂടി പോലും ആലോചിക്കാതെ തന്നെ നിർദാക്ഷിണ്യം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറക്കി വിട്ടു എന്ന ഒരു തോന്നലാണ് സുധാകരനുള്ളത്. അതാണ് അദ്ദേഹം വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്നത്. തനിക്ക് അതൃപ്തിയുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ നിന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നു നമ്മളുമായി നടത്തിയ അഭിമുഖത്തിൽ. അതായത് ഏതെങ്കിലും തരത്തിൽ തന്നെ മാറ്റുമെന്നൊരു സൂചന പോലും പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൽ തനിക്ക് ലഭിച്ചിരുന്നില്ല. നേരത്തെ രാഹുൽ ഗാന്ധിയും ഒപ്പം ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തന്നെ മാറ്റുന്ന കാര്യം അത്തരത്തിലൊരു ആ അവസരത്തിൽ ചർച്ചയായിട്ടില്ല. തന്റെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നുവെന്ന് തന്നെ അഭിനന്ദിക്കുക മാത്രമാണ് നേതൃത്വം ചെയ്തത്. അന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചന തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇത്രയധികം മാനസിക പ്രയാസം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. അതായത് ഈ KPCC അധ്യക്ഷനെ മാറ്റുന്നു എന്ന വിവരം ഒരുപക്ഷെ ഈ മാറ്റാനുള്ള തീരുമാനം, അതായത് പത്രക്കുറിപ്പ് പുറത്തിറങ്ങിയതിന് 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് സുധാകരൻ അറിയുന്നത്. അതാണ് അദ്ദേഹത്തെ വലിയ തോതിൽ രോക്ഷാകുലനാക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം 4 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നു, കുടുംബത്തെ പോലും മറന്ന് പണിയെടുക്കുന്നു. അതിനുശേഷം പക്ഷേ തന്നെ ഏതെങ്കിലും തരത്തിലൊരു ചർച്ച പോലും നടത്താതെ, തന്നെ കൂടി വിശ്വാസത്തിലെടുക്കാതെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള രോക്ഷമാണ് സുധാകരൻ പങ്കുവെക്കുന്നത്. മാത്രമല്ല അതിന് പിന്നിൽ കൃത്യമായ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്ന് സുധാകരൻ സംശയിക്കുന്നു. അതിൽ കേന്ദ്ര നേതൃത്വത്തെ KC വേണുഗോപാലിനെ കൃത്യമായി പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ കൂടിയും KC വേണുഗോപാലിനെയും VD സതീശനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം നമ്മൾ കേട്ടു. ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയാണ് ഇത്തരത്തിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്നത്. അത് അവരുടെ താല്പര്യപ്രകാരമായിരിക്കില്ല, അവർ ആരുടെയോ കയ്യിലെ കളിപ്പാവിയായിരിക്കാം, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് സുധാകരൻ പറയുന്നത്.
അതായത് തന്നെ മാറ്റണമെന്ന് ആഗ്രഹിച്ച ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ദീപാദാസ് മുൻഷി നൽകിയെന്ന സംശയമാണ് കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല AICC ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ, ചില സൂചനകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി കെ സുധാകരൻ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഒപ്പം VD സതീശനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുക എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന കീഴ്വഴക്കം. അതായത് KPCC അധ്യക്ഷനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി. പക്ഷേ അത് ഇത്തവണ നടപ്പിലായില്ല. അതിൽ തനിക്ക് അതൃപ്തിയില്ല, അതിൽ തനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അങ്ങനെയായിരുന്നു കാര്യങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മികച്ച വിജയമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വിജയങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥാനത്ത് താൻ ഇരിക്കുമ്പോഴാണ് തന്നെ ഇത്തരത്തിൽ നിർദാക്ഷിണ്യം KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്നത്. അതാണ് കെ സുധാകരനെ ചൊടിപ്പിക്കുന്നതെന്ന് വേണം പറയാൻ. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിജയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ മറ്റു ചില ആളുകൾ ശ്രമം നടത്തിയെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ മാത്രമെന്ന് കരുതുന്ന കുറെ ആളുകൾ, ഈ ചില നേതാക്കളുണ്ട്. അതാരാണെന്ന് ഊഹിച്ചെടുത്തോളൂ, താൻ അത് അവരുടെ പേര് പറയാൻ നിൽക്കുന്നില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അത് കൃത്യമായി VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വേണം കരുതാൻ. മാത്രമല്ല, ആ വിജയത്തിന്റെ ക്രെഡിറ്റ് തന്നിലേക്ക്, അതായത് മറ്റുള്ളവർക്ക് പോകുന്നുണ്ട്. അത് അത്തരത്തിൽ കേന്ദ്ര നേതൃത്വത്തെ അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യതയും കെ സുധാകരൻ തള്ളിക്കളയുന്നില്ല. എന്തായാലും അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഈ അഭിമുഖത്തിൽ നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ നമുക്കറിയാവുന്ന കഴിഞ്ഞ പോലെ